ഹായ് സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ഇന്ന് സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് ഒരു വെറൈറ്റി ഒരു പുട്ടുണ്ടാക്കാനായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരിപ്പൊടി എടുത്തിരിക്കുകയാണ്. ഒരു കപ്പ് അരിപ്പൊടിയും ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ക്യാരറ്റ് 2 ഉണ്ട്. ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ടത് പാൽപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ ചുരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് നെയ്യ്. ഇനി നമുക്ക് അടുത്ത വേണ്ടത് നമുക്ക് ഈ അരിപ്പൊടി ഇതിലേക്ക് ഇടാം. അരിപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയേ ഉപ്പിടുന്നുള്ളൂ. ഉപ്പിട്ടതിന് ശേഷം ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, ക്യാരറ്റ്, അത് കുറച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് ശകലം തേങ്ങ. നമ്മുടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഈ കളറുള്ള ഇതൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമുക്ക് നെയ്യ് ഇതിലേക്ക് ചേർക്കാം. നെയ്യിലേക്ക് ചേർത്തു. 1 സ്പൂണാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന പൗഡർ 1 കപ്പുണ്ട്. ഞാൻ 1 സ്പൂണാണ് ഇടുന്നുള്ളൂ. മിൽക്ക് പൗഡറാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട്. ഉപ്പും നെയ്യും പിന്നെ എല്ലാവർക്കും വളരെ നല്ല ടേസ്റ്റാണ്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടിത് മിക്സ് ചെയ്യണം. ഇത് ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. നെയ്യും എല്ലാം ക്യാരറ്റും പിന്നെ നമ്മുടെ ആ പുട്ടുപൊടിയും പൗഡറും എല്ലാം കൂടെ ചേർന്ന് നല്ല ഒരു മിക്സിങ്. ശരീരത്തിന് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല. എൻ്റെ ചാനലുകളൊക്കെ കാണുന്നുണ്ടല്ലോ, കണ്ടിട്ട് പോവില്ലെന്നൊന്നും സപ്പോർട്ട് ചെയ്യണേ. ഇത് നന്നായിട്ട് എല്ലാ ഭാഗങ്ങളും നനഞ്ഞിരിക്കണം. വേണമെങ്കിൽ ഒരു നുള്ള വെള്ളം ഒഴിക്കാം, ആവശ്യമില്ല. പിന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റണം. 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യുമ്പോൾ കഴിവതും നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് പാലേ ഒഴിക്കാവോ. ഉൾപ്പെടെ ചേർത്താലും നിങ്ങൾക്ക് നനവ് വേണമെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് പാലിലെ ടേസ്റ്റ് കിട്ടുമോ. നമ്മുടെ പുട്ടുണ്ടാക്കും. ഞാൻ അതിനുള്ളതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഇടുന്നു. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ പുട്ടിലേക്ക് ഇടാം. സെറ്റായിട്ടുണ്ട്. ഞാൻ അടച്ച് വെക്കുന്നു. എന്നിട്ട് ഞാൻ അതിലേക്ക് പാത്രം ആവി വന്ന് നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് വെക്കുന്നു. ഉണ്ട്, അത് റെഡിയാകണം. അങ്ങനെ നമ്മുടെ പാൽപ്പൊട്ട റെഡിയായിരിക്കുന്നു. ഞാൻ അതിലേക്ക് പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ മിക്സ് ചെയ്യുമ്പം നമ്മൾ പൗഡറൊക്കെ എടുത്തില്ല. മിക്സ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ 1 സ്പൂൺ പഞ്ചസാരയൊക്കെ ചേർക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാൻ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. നോർമലായിട്ട് നമ്മൾ പുട്ടുപൊടി ചേർക്കുക. നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ മിക്സ് ചെയ്തിട്ടാണല്ലോ നമ്മളിത് പുട്ടുണ്ടാക്കിയിരിക്കുന്നത്.
വളരെ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്നതല്ല, അതിലേക്കിട്ടു, കുടത്തിലിട്ടു, നമ്മളത് ആവി കയറ്റി നമ്മളിതുപോലെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. വളരെ നല്ല ടേസ്റ്റാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അത് വേഗത്തിൽ ഇതിൻ്റെ കളറൊക്കെ കണ്ട് കഴിക്കാനൊക്കെ സാധിക്കും. ഇതുപോലെ നിങ്ങളുടെ വീടുകളിലൊക്കെ